മദീനയിൽ ബസ് ടാങ്കറിലിടിച്ച് കത്തിയുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾ നാട്ടിൽ നിന്നെത്തും. നടപടികൾ പൂർത്തിയാക്കാൻ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയങ്ങളും സൗദി വിദേശകാര്യ മന്ത്രാലയവും ചേർന്ന് നടപടികൾ പൂർത്തിയാക്കുന്നുണ്ട്. മരിച്ചവരുടെ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും മദീനയിലെ 3 ആശുപത്രികളിലായാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇവ തിരിച്ചറിഞ്ഞ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സമയമെടുത്തേക്കും. ഇതിനുശേഷമാകും ഖബറടക്കം. അപകടത്തിനിടെ ബസ്സിൽ നിന്ന് തെറിച്ചുവീണ് പരിക്കുകളോടെ രക്ഷപ്പെട്ട യുവാവ് സുഖം പ്രാപിച്ചു വരികയാണ്. വിവരങ്ങൾ നൽകാനായി റിയാദിൽ നിന്ന് അഫ്താബ് റഹ്മാൻ ചേരുന്നുണ്ട്. അഫ്താബ്, വളരെ സങ്കടകരമായൊരു ദുരന്തം തന്നെയാണ് ഇന്നലെ രാത്രി സംഭവിച്ചത്. ഇതിപ്പോൾ 43 പേരാണ് മരിച്ചിരിക്കുന്നത്. ഇവർ ആരൊക്കെയാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഇതിനോടകം ഖബറടക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? ഇന്ന് പുലർച്ചെ മദീനയിലുണ്ടായ ഈ അപകടത്തിൽപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ മദീനയിലെ 3 ആശുപത്രികളായി, അതിൽ കിങ് ഫഹദ് ആശുപത്രിയിലാണ് 27ഓളം പേരുടെ മൃതദേഹങ്ങൾ സൂക്ഷിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മീഖാത്തിലുള്ള ആശുപത്രിയിലാണ് ബാക്കിയുള്ളവരുടെ മൃതദേഹങ്ങളുള്ളത്. അതോടൊപ്പം തന്നെ കിങ് സൽമാൻ ആശുപത്രി എന്നിങ്ങനെ വ്യത്യസ്തമായ മദീനയിലെ വിവിധ ആശുപത്രികളിലാണ് ഈ അപകടത്തിൽ ദാരുണമായി മരണമടഞ്ഞ ആളുകളുടെ മൃതദേഹങ്ങൾ സൂക്ഷിച്ചിട്ടുള്ളത്. നമ്മൾ ഇന്ന് രാവിലെ മുതൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പലരുടെയും മൃതദേഹങ്ങൾ തിരിച്ചറിയാവുന്ന വിധത്തിലല്ല നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ഇത് തിരിച്ചറിയാൻ വേണ്ടി സ്വാഭാവികമായിട്ടും എടുത്തേക്കും. ഇതുമായി ബന്ധപ്പെട്ട് ഇവരെ തിരിച്ചറിയുവാനും ഒപ്പം തന്നെ തുടർ നടപടികൾ പൂർത്തിയാക്കാനും വേണ്ടി ബന്ധുക്കളുടെ സമ്മതം ആവശ്യമുണ്ട്. സാധാരണ രീതിയിൽ അത് സൗദിയിലുള്ള അവരുടെ ഏതെങ്കിലും സാമൂഹ്യ പ്രവർത്തനം മറ്റോ ആണ് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാറുള്ളത്. പക്ഷേ ഇതിൽ ഇത്രയധികം ആളുകൾ ഈ അപകടത്തിൽ മരണപ്പെട്ടതിനാൽ ഏതാണ്ട് 40-ന് മുകളിൽ ആളുകളാണ് ഇതിൽ മരണപ്പെട്ടിട്ടുള്ളത്. അവരുടെ എല്ലാം പ്രതിനിധികൾ അല്ലെങ്കിൽ ബന്ധുക്കൾ നാട്ടിൽ നിന്നും ഈ കാര്യങ്ങൾ വേഗത്തിലാക്കാനും അതിന് സമ്മതം നൽകുവാനും വേണ്ടി സൗദിയിലേക്ക് നാളെ മുതൽ എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഹൈദരാബാദിലെ ഈ പ്രദേശത്തുകാരുടെ MLA കൂടി ഇതിലേക്ക് എത്തുമെന്നുള്ള വിവരമുണ്ട്. നേരത്തെ അറിയിച്ച പ്രകാരമാണെങ്കിൽ അവർ നാളെ മുതൽ സൗദി അറേബ്യയിലേക്ക് എത്തുവാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ അവരെത്തിക്കഴിഞ്ഞാൽ അവർക്ക് സമ്മതപത്രം നൽകിയാൽ വേഗത്തിൽ അവർക്ക് തിരിച്ചറിയൽ കാര്യങ്ങളിലേക്ക് കടക്കാൻ പറ്റും. ഇനി അതിന് സാധിക്കാത്ത ഘട്ടമുണ്ടെങ്കിൽ DNA പരിശോധനയിലേക്ക് പോകേണ്ടി വരും. അതോടൊപ്പം തന്നെ ബന്ധുക്കൾ സമ്മതിക്കുകയാണെങ്കിൽ എല്ലാവരുടെയും മൃതദേഹങ്ങൾ മദീനയിൽ തന്നെ വേഗത്തിൽ ഖബറെടുക്കുവാനുള്ള സാധ്യതയും ഏതായാലും ഇതിലൂടെ തെളിയുകയും ചെയ്യും. ഏതായിരുന്നാലും വളരെ ദാരുണമായ സംഭവമാണ് ഇന്നലെ രാത്രി ഉണ്ടായത്. ഇതിൽ തന്നെ ഏറ്റവും പ്രയാസപ്പെടുത്തുന്ന കാര്യം ഏതാണ്ട് 10ഓളം കുഞ്ഞുങ്ങൾ ഈ അപകടത്തിൽ 10 കുഞ്ഞുങ്ങൾ ഈ അപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. 21 സ്ത്രീകളും അതോടൊപ്പം തന്നെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 43 പേരാണ് ഇതിൽ ഉണ്ടായെന്നുള്ളതാണ് നേരത്തെ ഉംറ ഏജൻസി നമ്മെ അറിയിച്ചിരുന്നത്. പക്ഷേ നാട്ടിൽ നിന്നും വരുന്ന റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ ഹൈദരാബാദ് പോലീസ് കമ്മീഷണറൊക്കെ അറിയിക്കുന്ന പ്രകാരമാണെങ്കിൽ 45 എന്ന് അവർ പറയുന്നുണ്ട്. 46 എന്നും റിപ്പോർട്ടുകളുണ്ട്. ഏതായാലും ഈ പരിശോധന പൂർത്തിയായ ശേഷമായിരിക്കും കൃത്യമായ ഒരു നമ്പർ ഇതുവഴി അറിയാനാവുക. സാധാരണ രീതിയിൽ ഈ ഉംറ കമ്പനികൾ വഴി യാത്ര ചെയ്യുന്നവരുടെ കൂടെ മറ്റെന്തെങ്കിലും യാത്ര ചെയ്തോ എന്നുള്ളതും കൃത്യമായി അറിയില്ല. കാരണം ഈ നമ്പറുകളിലുള്ള ഒരു വ്യത്യാസം വരുന്നത് അതുകൊണ്ടായിരിക്കും. ഏതായിരുന്നാലും ഒരാൾ മാത്രമാണ് ഈ അപകടത്തിൽ രക്ഷപ്പെട്ടിട്ടുള്ളത്. അത് ഹൈദരാബാദ് സ്വദേശിയായ 24-കാരനായ മുഹമ്മദ് ഷുഐബാണ്. ഷുഐബ് മദീനയിലെ സൗദി ജർമ്മൻ ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. അദ്ദേഹം ICUവിലാണ് ഉള്ളത്. പക്ഷേ അദ്ദേഹത്തിന് കാര്യങ്ങൾ ഓർമ്മയുണ്ട്. അദ്ദേഹം പറയുന്ന പ്രകാരമാണെങ്കിൽ 36 പേരാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ് അദ്ദേഹം പറയുന്നത്. അതിൽ തന്നെ 16 പേർ ഇദ്ദേഹത്തിൻ്റെ ബന്ധുക്കളാണ്. ഈ അപകടത്തിൽ മരണമടഞ്ഞ 16 പേർ ഇദ്ദേഹത്തിൻ്റെ ബന്ധുക്കളാണ്. അവർ കഴിഞ്ഞ ഒരാഴ്ചയായി മക്കയിൽ തങ്ങുകയും അതിനുശേഷം മദീന സന്ദർശനത്തിനായി യാംബു വഴി ബദറിലേക്ക് കടന്ന് ബദർ വഴിയാണ് അവർ മദീനയിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇതിൽ മദീന എത്താൻ 1 മണിക്കൂർ മാത്രം ബാക്കി നിൽക്കെയാണ് പെട്രോൾ ടാങ്കർ വന്ന് ബസ്സിൽ ഇടിക്കുന്നത്. ഇത് എന്ത് കാരണമാണ് ഇടിക്കാൻ ഇടയായതെന്നുള്ളത് പോലീസ് വിഭാഗം, ട്രാഫിക് വിഭാഗം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് മദീനയിലെ പ്രാദേശിക ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും അത് ബസ്സിലിടിച്ച സമയത്ത് തന്നെ തൽക്ഷണം തന്നെ സ്വാഭാവികമായിട്ടും അതൊരു തീഗോളമായി ബസ്സും ടാങ്കറും മാറി. ഇനി ഈ ടാങ്കറിൽ ഉണ്ടായിരുന്നൊരു സ്വാഭാവികമായിട്ടും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകാം. അങ്ങനെയാണോ ഈ നമ്പർ 46 എന്നുള്ളതിലേക്ക് എത്തിയത് എന്നുള്ളതും ഇപ്പോൾ നിലവിൽ വ്യക്തമല്ല. ഏതായിരുന്നാലും അതിൽ കൂടുതൽ വ്യക്തത സ്വാഭാവികമായിട്ടും സൗദിയിലെ പ്രാദേശിക ഭരണകൂടം തന്നെയാണ് സ്ഥിരീകരിക്കേണ്ടത്. നിലവിൽ ഇവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്ന ഒരു ഘട്ടമായതിനാൽ അത്തരം നമ്പറുകളിലേക്ക് അവർ
കടന്നിട്ടില്ല. ഏതായിരുന്നാലും ഇത് നടക്കാനുള്ള പ്രക്രിയ എന്ന് പറയുന്നത് ഇവ വേഗത്തിൽ തിരിച്ചറിയുകയും അവർക്ക് മദീനയിൽ അന്ത്യവിശ്രമത്തിന് വഴിയൊരുക്കുക എന്നുള്ളതുമാണ്. സാധാരണ രീതിയിൽ മക്കയിലോ മദീനയിലോ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആരുടെയും മൃതദേഹങ്ങൾ നാട്ടിലേക്ക് ഇസ്ലാം മത വിശ്വാസികൾ ഇത് കൊണ്ടുപോകാറില്ല. ഈ രണ്ടിടങ്ങളിലെയും കബറിടങ്ങളിൽ തന്നെ അവ സംസ്കരിക്കാറാണ് പതിവ്. ഏതായിരുന്നാലും വരും ദിവസങ്ങളിൽ ഓരോരുത്തരുടെയും തിരിച്ചറിയുന്ന മുറക്ക് അവ ഘട്ടം ഘട്ടമായി മദീന മുനവറയിലെ ജന്നത്തുൽ ബഖീയിൽ കബറടക്കാനാണ് നീക്കം. അതിനുള്ള ശ്രമങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ കോൺസുൽ ജനറലിന്റെ മേൽനോട്ടത്തിൽ തന്നെ നേരിട്ട് ഇന്ത്യൻ നയതന്ത്ര കാര്യാലയം സജീവമായി തന്നെ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. മാത്രവുമല്ല ഹൈദരാബാദിലെ ജനപ്രതിനിധികളും ഉവൈസി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, അവിടുത്തെ പ്രാദേശിക MLA, അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ, പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ ഇതിൽ അനുശോചനം അറിയിക്കുകയും ഒപ്പം തന്നെ സൗദി അറേബ്യയിലെ നയതന്ത്ര കാര്യാലയത്തോട് സജീവമായി ഇടപെടാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. സൂചിപ്പിച്ചതുപോലെ തന്നെ മൃതദേഹങ്ങൾ തിരിച്ചറിയുക എന്നുള്ളത് വലിയ വെല്ലുവിളി തന്നെയാണ്. ഇതിപ്പോൾ ഈ ബന്ധുക്കളൊക്കെ സൗദിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അവർ നാളെയോടെ അവിടെ എത്തും. അപ്പോൾ നാളെ ഇനി എന്തൊക്കെ നടപടികളായിരിക്കും നടക്കുക? സൗദി അറേബ്യയിലെ രീതി അനുസരിച്ച് അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് വാഹനാപകടമാണെങ്കിൽ സ്വാഭാവികമായിട്ടും പോലീസ് വിഭാഗത്തിനുള്ള റിപ്പോർട്ട് വേണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ അപകടത്തിൽപ്പെട്ടവരെ പിന്നീട് തിരിച്ചറിയണം. ഇതിനുശേഷം ഈ തിരിച്ചറിയൽ പ്രൊസീജിയർ പൂർത്തിയായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവർ ഏത് ഉംറ കമ്പനിക്ക് കീഴിലാണ് വന്നത് അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീട് അവർക്ക് കബറടക്കത്തിലേക്കുള്ള അവരുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനായുള്ള പേപ്പർ വർക്കുകൾ പൂർത്തിയാക്കണം. ഇതിന് ശേഷമായിരിക്കും ഇവരുടെ ബാക്കിയുള്ള സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുക. ഇതിന് മുന്നോടിയായി ബന്ധുക്കളുടെ സമ്മതം സ്വാഭാവികമായിട്ടും വേണ്ടിവരും. സാധാരണ രീതിയിൽ ഐഡന്റിഫൈ ചെയ്യാവുന്ന മൃതദേഹങ്ങളാണെങ്കിൽ അത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുകയും പിന്നീട് അതിലേക്ക് കടക്കുവാനും സാധിക്കും. പക്ഷേ ഇവിടെയുണ്ടായ അപകടത്തിൻ്റെ ഒരു സ്വഭാവം സ്വാഭാവികമായിട്ടും ആളുകൾ കത്തിക്കരിഞ്ഞ ഒരു അവസ്ഥയിലായതിനാൽ അത് തിരിച്ചറിയുക എന്നുള്ളത് ഏറ്റവും പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം പല മൃതദേഹങ്ങളും പൂർണ്ണമായും ഒരു രൂപത്തിലല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഓരോരുത്തരുടെയും പ്രത്യേകം തിരിച്ചറിയുക എന്നുള്ളത് വളരെ പ്രയാസകരമായ കാര്യമാണ്, സമയമെടുക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ബസ്സിലുണ്ടായിരുന്ന ആളുകളെ മൊത്തം തിരിച്ചറിയാൻ സാധിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ വേഗം കബറടക്കത്തിലേക്കും മറ്റുമായി വേഗത്തിലേക്ക് കടക്കാനാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് മദീനയിലെ സാമൂഹ്യ പ്രവർത്തകരും ഒപ്പം തന്നെ നയതന്ത്ര കാര്യാലയങ്ങളും എല്ലാം തന്നെ ഉള്ളത്. ഏതായിരുന്നാലും വളരെ ദാരുണമായ ഏറ്റവും പ്രയാസകരമായ ഒരു രാവാണ് കഴിഞ്ഞ ദിവസം കടന്നുപോയത്. സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ സ്വാഭാവികമായിട്ടുള്ളൊരു കാലതാമസം ഇതിനുണ്ടാകും. കാരണം ഓരോ ഡിപ്പാർട്ട്മെന്റിലുള്ള ക്ലിയറൻസ് ലഭിക്കേണ്ടതുണ്ട്, അതോടൊപ്പം തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അത് തീരുന്ന മുറക്കായിരിക്കും ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കുക. ഏതായാലും ഹൈദരാബാദിലെ ജനപ്രതിനിധികളുമെല്ലാം തന്നെ ഇതിൽ തുടക്കം മുതൽ തന്നെ സജീവമായി ഇന്ന് രാവിലെ മുതൽ തന്നെ അവർ സൗദി അറേബ്യയിലെ എംബസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. വിദേശകാര്യ മന്ത്രാലയത്തെ അവർ വിവരം അറിയിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ വിദേശകാര്യ മന്ത്രാലയം തന്നെ നേരിട്ട് ഇടപെട്ടിട്ടുണ്ട്. സൗദി അറേബ്യയിലെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി ഇതിന്റെ കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കുവാനും സഹായിക്കുവാനും രംഗത്തുണ്ട്. ഒപ്പം അതിൽ ഇന്ത്യൻ എംബസിയും കോൺസുലേറ്റും ഉൾപ്പെടെയുള്ള നയതന്ത്ര വിഭാഗങ്ങളും വളരെ സജീവമായിക്കൊണ്ട് തന്നെ ഇതിന്റെ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി രംഗത്തുണ്ട്. ഈ മരണപ്പെട്ടവരിൽ ഏതാണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പകുതിയിലേറെ സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ്. അവരെല്ലാവരും തന്നെ കുടുംബസമേതം ഉംറക്കായി എത്തിയതാണ്. അവർ ഒന്നിച്ച് മക്കയിൽ നിന്നും മദീനയിലേക്കുള്ള യാത്രയിൽ വെച്ചാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഏതായിരുന്നാലും അപകട കാരണങ്ങളും ഒപ്പം തന്നെ മറ്റു വിഷയങ്ങളുമെല്ലാം തന്നെ അന്വേഷണത്തിലൂടെ തെളിയേണ്ടതാണ്. ഇവരുടെ ബന്ധുക്കൾക്ക് നാട്ടിൽ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സൗദി അറേബ്യയിലെ രീതി അനുസരിച്ചും വാഹനാപകടത്തിൽ പെടുന്നവർക്ക് അവർക്ക് ഇൻഷുറൻസ് അനുസരിച്ചുകൊണ്ടുള്ള നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടാകും. അത്തരം കാര്യങ്ങളും ഇതിന് പിന്നാലെ തന്നെ നടക്കുകയും ചെയ്യും. ഏതായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ ഇവരുടെ ബന്ധുക്കൾ നാട്ടിൽ നിന്നും എത്തുന്നുണ്ട്. അവർ കൂടി എത്തുന്ന മുറക്ക് വേഗത്തിൽ കാര്യങ്ങൾ തീർപ്പാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് എല്ലാവരുടെയും പ്രതീക്ഷ. ശരി, ആഫ്താബ് റഹ്മാനാണ് റിയാദിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്. ഗസയിൽ അന്താരാഷ്ട്ര സേനയുടെ വിന്യാസവുമായി ബന്ധപ്പെട്ട കരട് പ്രമേയം ഇന്ന് അർദ്ധരാത്രി UN രക്ഷാസമിതി ചർച്ച ചെയ്യും. വിദേശ സേനയുടെ സാന്നിധ്യം ഗസയിൽ അനുവദിക്കില്ല എന്നാണ് ഹമാസിന്റെ മുന്നറിയിപ്പ്. ഒരു ബന്ദിയുടെ മൃതദേഹം കൂടി ഹമാസ് ഇസ്രായേലിന് കൈമാറി. ഇനി വെറും 2 മൃതദേഹങ്ങൾ മാത്രമാണ് കൈമാറേണ്ടത്. പ്രതികൂല കാലാവസ്ഥയിൽ ഗസയിലെ ജീവിതം കൂടുതൽ ദുരിതപൂർണമായി മാറിയിരിക്കെ 3 ലക്ഷം ടെന്റുകൾ ഉടൻ ലഭിക്കണമെന്ന് ഗസ സർക്കാർ മാധ്യമ ഓഫീസ് അറിയിച്ചു. ഗസയിൽ ഇന്ന് 2 പേരെ കൂടി ഇസ്രായേൽ കൊലപ്പെടുത്തി. ഖാൻ യൂനിസിൽ കൂടുതൽ വസതികൾ ഇസ്രായേൽ സേന തകർത്തു. MCA നാസർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നാസർ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നിതാ UN രക്ഷാസമിതി ചേരാനിരിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ചർച്ച ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായിരിക്കും ഇതിന്റെ ഫലം?
അമൃത, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഗസയുടെ പുനർനിർമ്മാണം, അതോടൊപ്പം തന്നെ യുദ്ധാനന്തര ഗസയുടെ ഭാവി, അതിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട നിർണായകമായിട്ടുള്ളൊരു നീക്കം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ അന്താരാഷ്ട്ര സേനയെ ഗസയിലേക്ക് വിന്യസിക്കാൻ വേണ്ടി അമേരിക്ക മുന്നോട്ട് വെച്ച ഒരു പ്രമേയം. ആ കരട് പ്രമേയമാണ് ഇന്ന് അർദ്ധരാത്രിയോടുകൂടി വോട്ടിനിടുന്നത്. ആ വോട്ട് അനുകൂലമാണെങ്കിൽ മാത്രമാണ് അന്താരാഷ്ട്ര സ്വഭാവത്തിൽ വിവിധ രാജ്യങ്ങൾക്ക് ഗസയിലേക്ക് സേനയെ അയക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളും ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ വിസമ്മതിച്ചത് ഈ UN-ന്റെ ഒരു അംഗീകാരം ഇത്തരമൊരു പ്രമേയത്തിന് ലഭിക്കുന്നത് വരെ തങ്ങൾ കാത്തിരിക്കും എന്നായിരുന്നു. ഇത്തരമൊരു ഘട്ടത്തിൽ ഇന്ന് രാത്രി കൊണ്ടുവരുന്ന ഈ പ്രമേയം ഏതർത്ഥത്തിലായിരിക്കും രക്ഷാസമിതി സ്വീകരിക്കുക എന്ന കാര്യത്തിൽ ഇപ്പോൾ പോലും അവ്യക്തതയുണ്ട്. എന്തായാലും പല ഭേദഗതികൾ വരുത്തിക്കൊണ്ടുള്ള ഒരു പ്രമേയമാണ് ഇപ്പോൾ അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ആവശ്യപ്പെടുന്നത് ഗസയുടെ സുസ്ഥിരമായിട്ടുള്ള ഒരു സമാധാനവും അതോടൊപ്പം തന്നെ ശാശ്വതമായ സ്വഭാവത്തിൽ ഈ ഫലസ്തീൻ പ്രതിസന്ധി പരിഹരിക്കാനുള്ള ഒരു നീക്കം എന്ന നിലയ്ക്കാണ് ഈ അന്താരാഷ്ട്ര സുരക്ഷാ സേനയെ ഗസയിലേക്ക് വിന്യസിക്കണമെന്ന് ഈ കരട് പ്രമേയത്തിൽ ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെയാണ് ഗസയിലെ പലസ്തീൻ ജനതയുടെ സ്വയം നിർണയാവകാശവും അതോടൊപ്പം തന്നെ ഒരു രാഷ്ട്ര രൂപവൽക്കരണത്തിനും അതിലേക്ക് നയിക്കുന്ന വളരെ നിർണായകമായിട്ടുള്ള ഒരു ചുവടുവെപ്പ് കൂടിയാണ് ഇത് എന്നുകൂടി ഈ പ്രമേയത്തിൻ്റെ ഭാഗമായിട്ട് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ട് വരുന്നത്. ഒന്ന്, ഒരു രാഷ്ട്ര രൂപവൽക്കരണം എന്നില്ല, അക്കാര്യത്തിൽ തികഞ്ഞ അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ രാജ്യങ്ങൾ ഗസയിലേക്ക് സേനയെ അയക്കണമെന്നതാണ്. ഏതാണ്ട് 20,000 സൈനികരെയാണ് ഗസയിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിയോഗിക്കാൻ അമേരിക്കയും അതോടൊപ്പം തന്നെ മറ്റ് വൻശക്തി രാജ്യങ്ങളും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു ഉറപ്പ് ഇന്തോനേഷ്യ മാത്രമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. തുർക്കി, അതോടൊപ്പം തന്നെ ഖത്തർ, UAE, ഈജിപ്ത് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായിട്ടും സമ്മർദ്ദം തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ രാജ്യങ്ങളൊന്നും തന്നെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം നടത്തിയിട്ടില്ല. എന്തായാലും ഇന്ന് അർദ്ധരാത്രി നടക്കുന്ന വോട്ടെടുപ്പോടുകൂടി ഇതിന്റെ പ്രായോഗികമായിട്ടുള്ള ഒരു സാങ്കേതിക പ്രക്രിയ പൂർത്തീകരിക്കപ്പെടും. പക്ഷേ നാസർ, അങ്ങനെ പറയുമ്പോഴും ഈ വിദേശ സേനയുടെ സാന്നിധ്യം ഗസയിൽ അനുവദിക്കില്ല എന്നാണല്ലോ ഹമാസിന്റെ മുന്നറിയിപ്പ്. ഹമാസിന്റെ ഈ നിലപാട് വിഷയത്തെ എങ്ങനെയായിരിക്കും ബാധിക്കുക? അമൃത, തീർച്ചയായിട്ടും. കാരണം ഹമാസ് വളരെ കൃത്യമായിട്ടുള്ളൊരു പ്രതികരണമാണ് ഇന്ന് നൽകിയിരിക്കുന്നത്. കാരണം ഇസ്രായേലിൻ്റെ അധിനിവേശത്തെ തങ്ങൾ ചെറുക്കുന്നു. അതോടൊപ്പം തന്നെയാണ് വിദേശ സൈന്യത്തെ ഗസയിൽ ഇറക്കിക്കൊണ്ട് ഒരു വിദേശ സൈനികമായിട്ടുള്ള ഒരു അധിനിവേശം, അതിനോടും തങ്ങൾക്ക് വളരെ ശക്തമായിട്ടുള്ള വിയോജിപ്പുണ്ട്. ഫലസ്തീൻ ജനതയുടേതായിട്ടുള്ള ഒരു മന്ത്രിസഭയോ ഒരു ഭരണ സംവിധാനമോ രൂപപ്പെടുക എന്നതാണ് പ്രധാനം. അത്തരമൊരു ഭരണ സംവിധാനം രൂപപ്പെടുകയാണെങ്കിൽ ആ ഫലസ്തീൻ ഭരണ സംവിധാനത്തിന് വേണ്ടി തങ്ങളുടെ ആയുധങ്ങൾ കൈമാറാൻ ഒരുക്കമാണ്. അതല്ലാത്തൊരു സാഹചര്യത്തിൽ ഇത്തരം വിദേശ സേനയെ ഗസയിൽ കുടിയിരുത്തിക്കൊണ്ട് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് നീക്കമെങ്കിൽ അത് ശക്തമായി തന്നെ തങ്ങൾ ചെറുക്കുമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ ഹമാസ് നൽകിയിരിക്കുന്നത്. ഹമാസിൻ്റെ ഈ ഒരു കടുത്ത എതിർപ്പും വിയോജിപ്പും നിലനിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അറബ് മുസ്ലിം രാജ്യങ്ങളുടെ സേന ഗസയിലേക്ക് വരാനുള്ള സാധ്യത കുറവായിരിക്കും. അതിന് പകരമായിട്ട് അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങളെ ഗസയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നീക്കം നടത്തുകയാണെങ്കിൽ ഒരു കൂടുതൽ തുറന്ന ഒരു ഏറ്റുമുട്ടലിലേക്കും അത് കാര്യങ്ങൾ നീങ്ങും. അതുകൊണ്ട് തന്നെ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ മധ്യസ്ഥ രാജ്യങ്ങളും വലിയ ആശങ്കയോടുകൂടിയാണ് ഈ പ്രമേയത്തെയും തുടർ നീക്കങ്ങളെയും കാണുന്നത്. എന്തായാലും വിദേശ സൈന്യത്തിൻ്റെ സാന്നിധ്യത്തെ ഈ അവസ്ഥയിൽ ഒരു നിലക്കും തന്നെ അംഗീകരിക്കാനാവില്ല എന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഹമാസ് നേതൃത്വം ഇന്ന് അറിയിച്ചിരിക്കുന്നത്. അമൃത. ശരി, MC നാസറാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ദുബായ് എയർ ഷോയുടെ 19ാമത് എഡിഷന് പ്രൗഢഗംഭീരമായ തുടക്കം. $38 ബില്യൺ എമിറേറ്റ്സ് ബോയിംഗ് കരാറോടെയാണ് ആദ്യ ദിനം തുടങ്ങുന്നത്. 200-ലധികം അത്യാധുനിക വിമാനങ്ങളാണ് മേളയുടെ പ്രധാന ആകർഷണം. വിവരങ്ങൾ നൽകാനായി അക്ഷയ് പേരാവൂർ തത്സമയം ചേരുന്നുണ്ട്. അക്ഷയ്, ദുബായ് എയർ ഷോയുടെ 19ാമത് എഡിഷനാണ് ഇപ്പോൾ തുടക്കമായിരിക്കുന്നത്. എങ്ങനെ വിലയിരുത്താം? അമൃത, 19ാമത്തെ എഡിഷനാണ് ട്രേഡ് സെന്ററിൽ തുടക്കമായിരിക്കുന്നത്. 200-ലധികം അത്യാധുനിക വിമാനങ്ങളുടെ പ്രദർശനമാണ് ഏറ്റവും വലിയ മുഖ്യ ആകർഷണം. ആദ്യ ദിനം തന്നെ അമ്പരപ്പിക്കുന്ന ആകാശ പ്രകടനങ്ങളാണ് ഇത്തവണ ദുബൈയുടെ ആകാശത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഏതാണ്ട് 115-ലധികം രാജ്യങ്ങളിൽ നിന്നായി നിരവധി പ്രതിനിധികൾ, ഏതാണ്ട് 490-ലധികം സൈനിക അതുപോലെ തന്നെ സിവിലിയൻ പ്രതിനിധി സംഘങ്ങളാണ് ഇത്തവണ എത്തുന്നത്. അതുപോലെ തന്നെ 440-ലധികം കമ്പനികൾ ഇത്തവണ പങ്കെടുക്കുന്നു എന്നുള്ളതും ഒരു പ്രധാന ആകർഷണം തന്നെയാണ്. ആദ്യമായിട്ടാണ് ഇത്രയും കമ്പനികൾ പങ്കെടുക്കുന്നത്. $38 ബില്യൺ, ഏതാണ്ട്
$3,800 കോടി കരാറിലാണ് ഇന്ന് ആദ്യ ദിനം തന്നെ എമിറേറ്റ്സും ബോയിങ്ങും ഒപ്പിട്ടിരിക്കുന്നത്. US-ന്റെ ഒരു വ്യോമയാന നിർമ്മാണ മേഖലയ്ക്ക് UAE നൽകുന്ന ഒരു പിന്തുണയുടെ എത്രത്തോളം പിന്തുണ നൽകുന്നു എന്നുള്ളതിൻ്റെ ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിയും. കാരണം $38 ബില്യൺ എന്ന് പറയുന്നത് വലിയ തുകയാണ്. ഇരട്ട എഞ്ചിനുകളുള്ള ബോയിങ് 777-9 വിമാനങ്ങളാണ് ഇത്തവണ ഈ ഓർഡർ നൽകിയിരിക്കുന്നത്. അതുകൂടാതെ $3.7 ബില്യണിന്റെ സൈനിക കോൺട്രാക്റ്റുകൾക്ക് കൂടി UAE ഇത്തവണ ഒപ്പിട്ട് കഴിഞ്ഞു. ആദ്യ ദിനം തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ സൈനിക കോൺട്രാക്റ്റുകളും അതുപോലെ തന്നെ വ്യാപാര മേഖലയിൽ നിന്നുള്ള കോൺട്രാക്റ്റുകൾ അധികം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അമൃത. ശരി, അക്ഷയ് പേരാവൂറാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. കുവൈത്തിലെ ഡെലിവറി മേഖലയെ നിയന്ത്രിക്കുന്നതിന് പുതിയ നിർദ്ദേശങ്ങൾ പബ്ലിക് അതോറിറ്റി ഓഫ് മാൻ പവർ ചർച്ച ചെയ്യുന്നു. തൊഴിൽ പരാതികൾ, തൊഴിലാളികളെ മാറ്റുന്നതിനുള്ള സമയപരിധി, തൊഴിൽ വിപണി ആവശ്യങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന വിഷയങ്ങളിലാണ് ചർച്ചകൾ നടന്നത്. നിലവിൽ 1900 ഡെലിവറി കമ്പനികളാണ് കുവൈത്തിൽ പ്രവർത്തിക്കുന്നത്. ഉപഭോക്തൃ ഡെലിവറി വിപണിയിൽ സ്ഥിരത വർദ്ധിപ്പിക്കുന്നതിനാണ് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നത്. കുവൈത്തിലെ സ്പ്രിംഗ് ക്യാമ്പിംഗ് റിസർവേഷൻ തുറന്ന ആദ്യ 48 മണിക്കൂറിനുള്ളിൽ വടക്കൻ തെക്കൻ മേഖലകളിലായി 760 പെർമിറ്റുകൾ അനുവദിച്ചതായി അധികൃതർ അറിയിച്ചു. മുനിസിപ്പൽ കൌൺസിൽ തീരുമാനപ്രകാരം ക്യാമ്പിംഗ് പ്ലോട്ടുകൾ വാടകയ്ക്ക് നൽകുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ടെന്നും നിയമലംഘനം പിടികൂടിയാൽ പിഴ ചുമത്തുമെന്നും സ്പ്രിംഗ് ക്യാമ്പ്സ് കമ്മിറ്റിയുടെ ചെയർമാൻ ഫൈസൽ അൽ ഒത്തൈബി വ്യക്തമാക്കി. കുവൈത്തിൽ ഗുരുതരമായ ഗതാഗത നിയമലംഘനങ്ങൾ നടത്തിയ ഡ്രൈവർമാർക്കെതിരെ ആഭ്യന്തര മന്ത്രാലയം കർശന നടപടി സ്വീകരിച്ചു. നിയമലംഘന കേസുകളിൽ പിടിച്ചെടുത്ത വാഹനങ്ങൾ ആവശ്യമായ നിയമ നടപടികൾ പൂർത്തിയായതിനെ തുടർന്ന് പൊളിക്കൽ കേന്ദ്രങ്ങളിലേക്ക് അയച്ചതായി മന്ത്രാലയം അറിയിച്ചു. പൊതുസുരക്ഷയെ ഭീഷണിയിലാക്കുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ തുടരുമെന്നും ഗതാഗത നിയമലംഘനങ്ങളിൽ ഇളവ് നൽകില്ല എന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ഡ്രോൺ വികസിപ്പിച്ച് ദുബായ് പോലീസ്. മണിക്കൂറിൽ 580 കിലോമീറ്റർ എന്ന നേട്ടം കൈവരിച്ച് ഡ്രോൺ ഗിന്നസ് വേൾഡ് റെക്കോർഡിലും ഇടം പിടിച്ചു. 10 drones, 10 failures. And one final chance. 10 പരിശ്രമങ്ങളിൽ ഏറ്റവും അവസാന ശ്രമത്തിലാണ് റെക്കോർഡ് മറികടന്നത്. ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന റിമോട്ട് കൺട്രോൾ ഡ്രോണിന്റെ ഏറ്റവും വേഗതയേറിയ ഗ്രൗണ്ട് സ്പീഡ് എന്ന വിഭാഗത്തിലാണ് റെക്കോർഡ് സൃഷ്ടിച്ചത്. മണിക്കൂറിൽ 580 കിലോമീറ്റർ എന്ന അമ്പരപ്പിക്കുന്ന വേഗത. ദുബായ് പോലീസിന്റെ അൺമാൻഡ് ഏരിയൽ സിസ്റ്റം സെന്ററിലെ എഞ്ചിനീയർമാരാണ് ഡ്രോൺ വികസിപ്പിച്ചത്. ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള ഡ്രോൺ സ്പീഡ് വിദഗ്ധരായ ലൂക്ക് ബെൽ, മൈക്ക് ബെൽ എന്നിവരുമായി സഹകരിച്ചായിരുന്നു പദ്ധതി. ദുബൈയിലെ അൽഖുദ്ര മേഖലയിൽ വെച്ചാണ് റെക്കോർഡ് പ്രകടനം നടന്നത്. സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കുക, അടിയന്തര സാഹചര്യങ്ങളിൽ അതിവേഗം പ്രതികരിക്കുക, ഫീൽഡ് ടീമുകളുടെ സന്നദ്ധത വർദ്ധിപ്പിക്കുക എന്നിവയാണ് ഹൈ സ്പീഡ് ഡ്രോണിന്റെ പ്രധാന ലക്ഷ്യം. മീഡിയ 1 ദുബായ്. സൗദി ദമാമിൽ ജോലിക്കിടെ പക്ഷാഘാതം സംഭവിച്ച് ഗുരുതരാവസ്ഥയിലായ മലയാളിയെ തുടർ ചികിത്സയ്ക്കായി നാട്ടിലേക്ക് കൊണ്ടുപോയി. കൊല്ലം കൊട്ടാരക്കര സ്വദേശി സത്യൻ ശങ്കറിനെയാണ് വെന്റിലേറ്റർ സൗകര്യത്തോടെ നാട്ടിലേക്ക് കൊണ്ടുപോയത്. സ്പോൺസറും സാമൂഹ്യ പ്രവർത്തകരും ചേർന്നാണ് യാത്രയൊരുക്കിയത്. 6 വർഷം മുമ്പ് പ്ലംബറായി സൗദിയിലെത്തിയ കൊല്ലം കൊട്ടാരക്കര സ്വദേശി സത്യൻ ശങ്കരനാണ് ഗുരുതര അവസ്ഥയിലായത്. ജോലിക്കിടെ കുഴഞ്ഞു വീണ് ശരീരം തളർന്നു കിടപ്പിലായ ഇദ്ദേഹം 2 മാസമായി ദമാം റാക്കയിലെ സ്വകാര്യ ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ കഴിഞ്ഞുവരികയായിരുന്നു. തുടർ ചികിത്സക്കായി നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പലതവണ ശ്രമിച്ചെങ്കിലും ചികിത്സാ ചിലവുകൾ സംബന്ധിച്ച് കുടുംബം ആശങ്കകൾ ഉന്നയിച്ചു. നാട്ടിലെ ഹോസ്പിറ്റലിൽ ഏതെങ്കിലും അഡ്മിറ്റ് ചെയ്യാനുള്ള ഒരു നടപടിയിലേക്ക് വന്നപ്പോൾ ഇദ്ദേഹത്തിന് ഇവിടെ സൗദി അറേബ്യയിലെ ഒരു ഇൻഷുറൻസ്, നോർക്കയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻഷുറൻസോ മറ്റ് കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ നാട്ടിലും ഒരു ഇൻഷുറൻസോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടുകാർക്ക് ഉള്ള ഒരു സംശയം, ഇദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്നാൽ ഇങ്ങനെ ആര് നോക്കും, ഇദ്ദേഹത്തെ ചികിത്സിക്കാനുള്ള പൈസ അവരുടെ കയ്യിലില്ല, അങ്ങനെയുള്ള ഒരു പ്രതികരണമാണ് നാട്ടിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കുടുംബത്തിന്റെ ഏക വരുമാന മാർഗമായിരുന്നു സത്യൻ. കാരണം ഇദ്ദേഹത്തോണ്ടുള്ള ഒരു വരുമാനം കൊണ്ടാണ് കുടുംബം
നടന്നു പോരുന്നു പറയുന്നു. വലിയ മക്കളാണുള്ളത്. അപ്പോൾ ആ വരുമാനം നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പോൾ വീട്ടിൽ കഴിഞ്ഞു പോകാൻ നിവൃത്തിയില്ലാത്തൊരു അവസ്ഥയാണ് ഉള്ളതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ ഇതുപോലത്തെ പ്രതികരണം നമ്മൾ മലയാളികൾ കേരളത്തിൽ നിന്ന് നമുക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. സാധാരണ ഈ വടക്കേ ഇന്ത്യയുടെ ആൾക്കാരൊക്കെയാണ് കൂടുതലും പൈസയില്ല, നോക്കാൻ ആളില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തിരസ്കരിക്കുന്നത്. കേരളത്തിൽ നിന്ന് നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംസാരം ഉണ്ടാവണം തന്നെ. യാത്രാ ചെലവുകളും സാമ്പത്തിക ബാധ്യതകളും കമ്പനി ഏറ്റെടുത്തു. അദ്ദേഹത്തിൻ്റെ കമ്പനി പരിപൂർണമായിട്ടുള്ള സഹകരണമുണ്ട്. ഇതുവരെയുള്ള ശമ്പളവും ബാക്കിയുള്ള കാര്യങ്ങളുമൊക്കെ നൽകാമെന്ന് കമ്പനി ഏറ്റിട്ടുണ്ട്. തുടർ ചികിത്സയ്ക്ക് നാട്ടിൽ അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുകളാണ്. അതനുസരിച്ചിട്ടാണ് കുടുംബം ഒരു വല്ലാത്ത ആശങ്കയിലാണ്. ഇദ്ദേഹം നാട്ടിലെത്തിയാൽ തുടർ ചികിത്സ എങ്ങനെ കൊണ്ടുപോകും എന്നൊരു സംശയം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രധാന കാരണം പ്രവാസികളെ സംബന്ധിച്ച് നാട്ടിൽ ഇത്തരമുള്ള ഏതെങ്കിലും ഒരു ഇൻഷുറൻസിൻ്റെ ഭാഗമാകാനൊന്നും ഇതുവരെ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇതുവരെ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ഇൻഷുറൻസിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. കമ്പനിയും നല്ല സഹകരണമാണ്. ഇതുവരെയുള്ള ബാക്കിയുള്ള കാര്യങ്ങളും എംബസി വഴി നാട്ടിൽ അവർ ബാക്കിയുള്ള സാമ്പത്തിക ഇടപാടുകൾ എംബസി വഴി ചെയ്യാമെന്നും ഇതിൻ്റെ കമ്പനിയുടെ വക്താവ് അറിയിച്ചിട്ടുണ്ട്. പ്രതിസന്ധികൾക്കൊടുവിൽ സത്യനെ നാട്ടിലെത്തിച്ച് നോർക്ക ആംബുലൻസ് സഹായത്തോടെ കൊല്ലത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നൌഷാദ് ഇരിക്കൂർ, മീഡിയ 1, ദമ്മാം. ജോലി വാഗ്ദാനം ചെയ്ത് സ്വന്തം രാജ്യക്കാരിയെ കടത്തിക്കൊണ്ടുവന്ന കേസിൽ ഏഷ്യക്കാരായ 3 പ്രവാസികൾ ഒമാനിൽ അറസ്റ്റിൽ. ഹോട്ടലിൽ മികച്ച ജോലി വാഗ്ദാനം ചെയ്താണ് സ്ത്രീയെ ഒമാനിലെത്തിച്ചത്. ബൌഷറിലെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഇൻക്വയറീസ് ആൻഡ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻസ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും റോയൽ ഒമാൻ പോലീസും ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഖത്തറിലെ ഇന്ത്യൻ അംബാസഡറുമായി വിപുലമായ കൂടിക്കാഴ്ച നടത്തി ഖത്തർ മീഡിയ കോർപ്പറേഷൻ ചെയർമാൻ ഷെയ്ഖ് ഹമദ് ബിൻ താമിർ അൽ ഥാനി. മാധ്യമമേഖലയിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു. ഈ വർഷം മെയ്യിൽ ഇന്ത്യയിൽ നിന്നെത്തിയ ഉന്നതതല സംഘം ഖത്തറിലെ മാധ്യമ സ്ഥാപനങ്ങൾ സന്ദർശിച്ചിരുന്നു. ഫിഫ അണ്ടർ-17 ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾ നാളെ. ദോഹയിലെ ആസ്പെർ സോണിലാണ് മത്സരങ്ങൾ. ആദ്യ കളി യൂറോപ്പിൽ കരുത്തരായ ഇറ്റലിയും ഏഷ്യൻ ടീമായ ഉസ്ബെക്കിസ്ഥാനും തമ്മിലാണ്. കരുത്തരുടെ വീഴ്ചയ്ക്കും കുഞ്ഞന്മാരുടെ അട്ടിമറിക്കും സാക്ഷിയായ നോക്കൌട്ട് പോരാട്ടങ്ങൾക്ക് ശേഷമാണ് കൗമാര ലോകകപ്പ് പ്രീ ക്വാർട്ടറിലേക്ക് പ്രവേശിക്കുന്നത്. നിലവിലെ ചാമ്പ്യന്മാരായ ജർമ്മനി, ആരാധകരുടെ ഇഷ്ട ടീമായ അർജന്റീന എന്നിവയാണ് നോക്കൌട്ടിൽ ഇടറി വീണ കരുത്തർ. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ മെക്സിക്കോയാണ് അർജന്റീൻ സംഘത്തെ കീഴടക്കിയത്. ആഫ്രിക്കൻ സംഘമായ ബുർക്കിന ഫാസോയാണ് ജർമ്മനിക്ക് മടക്ക ടിക്കറ്റ് സമ്മാനിച്ചത്. ബുർക്കിന ഫാസോ പ്രീ ക്വാർട്ടറിൽ യുഗാണ്ടയെ നേരിടും. പ്രാഥമിക റൗണ്ടിൽ കരുത്തരായ ഫ്രാൻസിനെ തോൽപ്പിച്ച ആത്മവിശ്വാസവുമായാണ് യുഗാണ്ട ഇറങ്ങുന്നത്. അർജന്റീനയെ വീഴ്ത്തിയെത്തുന്ന മെക്സിക്കോക്ക് നേരിടാനുള്ളത് ശക്തരായ പോർച്ചുഗലിനെയാണ്. ടൂർണമെന്റ് ഫേവറേറ്റുകളായ ബ്രസീലും ഫ്രാൻസും തമ്മിലുള്ള മത്സരമാണ് പ്രീ ക്വാർട്ടറിലെ ഹൈ ടെൻഷൻ പോരാട്ടം. മറ്റു മത്സരങ്ങളിൽ സ്വിറ്റ്സർലൻഡ് അയർലൻഡിനെയും ഉത്തര കൊറിയ ജപ്പാനെയും ആസ്ട്രിയ ഇംഗ്ലണ്ടിനെയും നേരിടും. മൊറോക്കോ മാലി പോരാട്ടമാണ് പ്രീ ക്വാർട്ടറിലെ അവസാന മത്സരം. മീഡിയ 1, ദോഹ. മറ്റ് വാർത്തകളിലേക്ക് കടക്കാം. പറയട്ടെ, ദുബായ് റോഡുകളിൽ ഇനി ഒച്ചയുണ്ടാക്കരുത്. ഒച്ചയുണ്ടാക്കിയാൽ വലിയ വില കൊടുക്കേണ്ടി വരും. നമുക്കറിയാം, പൊതുവെ റോഡിൽ അനാവശ്യമായി ഹോണടിച്ച് ബഹളമുണ്ടാക്കുന്ന ഒരു നഗരമല്ല ദുബായ്. ഗതാഗത കുരുക്കിൽ പോലും ഹോണടിക്കുന്നവർ വളരെ വിരളമാണ്. ആരെങ്കിലും റോഡിൽ നിയമം ലംഘിക്കുമ്പോഴോ മറ്റോ ആയിരിക്കും അത്യാവശ്യത്തിന് ഒരു ഹോണടിക്കുക. എന്നിരുന്നാലും അനാവശ്യമായി റോഡിൽ ശബ്ദമുണ്ടാക്കുന്ന വാഹനങ്ങളെയും കർശനമായി നിരീക്ഷിക്കാൻ ഇനിയിപ്പോൾ ദുബായ് പോലീസ് ഒരുങ്ങുകയാണ്. വളരെ വേഗത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം എങ്ങനെയായിരിക്കും ഇത് എന്നുള്ള കാര്യം. അനാവശ്യ ശബ്ദമുണ്ടാക്കുന്ന വാഹനങ്ങളെ പിടിക്കാനാണ് ദുബായ് പോലീസ് ഒരുങ്ങുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, അത്തരത്തിൽ വലിയ തരത്തിലുള്ള ശബ്ദങ്ങളൊന്നും ദുബായ് നിരത്തുകളിൽ നമ്മൾ കേൾക്കാറില്ല. അങ്ങനെയല്ല ദുബായ് നഗരം ഉള്ളത്. അപ്പോൾ ഇനി അങ്ങനെ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ അനാവശ്യ ശബ്ദം ഉണ്ടാക്കുകയാണെങ്കിൽ അവരെ പിടികൂടാൻ, അതുപോലെ തന്നെ അവർക്ക് വലിയ പിഴ ഒടുക്കാനുള്ള ഒരു തീരുമാനവുമായാണ് ദുബായ് പോലീസ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ശബ്ദമളക്കുന്ന AI റഡാർ കൊണ്ടുവരാനുള്ളൊരു തീരുമാനമാണുള്ളത്. അതായത് വാഹനങ്ങളുടെ ശബ്ദം നിരീക്ഷിക്കുന്ന റഡാർ വരുന്നു. ഈ പറഞ്ഞതുപോലെ ഒരു നിശ്ചിത ഡെസിബലിന് കൂടുതലുള്ള ശബ്ദമാണ് എങ്കിൽ അത് കണ്ടെത്താനുള്ള AI റഡാറുകൾ സ്ഥാപിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ദുബായ് അധികൃതർ ഇപ്പോൾ കടന്നിരിക്കുന്നത്. അത് എങ്ങനെയെന്ന് നോക്കുകയാണെങ്കിൽ, ദുബായ് റോഡുകളിൽ വ്യാപകമായി ഈ ഒരു AI റഡാറുകൾ, ഈ വരുന്ന ശബ്ദമളക്കുന്ന AI റഡാറുകൾ ദുബായ് റോഡുകളിൽ ഇനിയിപ്പോൾ വ്യാപകമായി വിന്യസിക്കും. അതിലൂടെ അതിഭീകരമായുള്ള ശബ്ദമൊക്കെ ഉണ്ടാക്കുന്ന വാഹനങ്ങളെയും ഡ്രൈവർമാരെയും ഒക്കെ പിടികൂടാനുള്ള ഒരു നീക്കത്തിലേക്ക് കടക്കുന്നു.
റഡാറിൽ ശബ്ദത്തിന്റെ തീവ്രത അളക്കുന്ന AI സംവിധാനം ഉണ്ടാകും. ഇത് എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുക എന്ന് നോക്കേണ്ടതുണ്ടല്ലോ. അതായത് ഇപ്പോൾ വരുന്ന AI റഡാറിൽ ഈ ശബ്ദം ഏത് രീതിയിലുള്ള ശബ്ദമാണോ വാഹനങ്ങൾ പുറപ്പെടുവിക്കുന്നത് എന്ന കാര്യത്തിൽ എത്രത്തോളം അത് തീവ്രതയുണ്ട് എന്നുള്ള കാര്യത്തിലൊക്കെ അതൊക്കെ പരിശോധിക്കുന്ന AI സംവിധാനം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റഡാറായിരിക്കും വരാനിരിക്കുന്നത്. ഇനി ശല്യമാകുന്ന ശബ്ദങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കുകയാണെങ്കിൽ ഹോൺ തന്നെയാണ് ഏറ്റവും പ്രധാനം. നമുക്കറിയാം സാധാരണ രീതിയിൽ ഹോൺ മുഴക്കുന്നതൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ അത്തരത്തിലല്ല, അനാവശ്യമായും അമിതമായും നിരത്തുകളിൽ ഹോൺ മുഴക്കരുത് എന്നുള്ളൊരു നിർദ്ദേശമാണ് ദുബായ് പോലീസ് നൽകുന്നത്. അങ്ങനെയല്ല എങ്കിൽ ആ നിർദ്ദേശം അത് അനുസരിക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല എങ്കിൽ വലിയ വില നൽകേണ്ടി വരും. മറ്റൊന്ന് ഓഡിയോ സിസ്റ്റം തന്നെയാണ്. കാരണം നമ്മളെല്ലാവരും തന്നെ വാഹനത്തിൽ പോകുമ്പോൾ പാട്ടുകളും മറ്റും കേൾക്കുന്ന ആളുകളാണ്, വാർത്തകൾ കേൾക്കുന്ന ആളുകളാണ്. ഇതൊക്കെ സംഗീതം കാറിനകത്ത് മാത്രം മതി, അത് പുറത്തേക്ക് കേൾക്കുന്ന രീതിയിലായിരിക്കരുത് ആ ഒരു സിസ്റ്റം എന്നുള്ളൊരു മുന്നറിയിപ്പ് ദുബായ് പോലീസ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ അനാവശ്യമായ ഉപകരണങ്ങൾ, സാധാരണ ആ കാറിനകത്തിരിക്കുന്ന ആളുകൾക്ക് കേൾക്കാൻ മാത്രം പാകമായ ഉപകരണങ്ങൾ മാത്രം ആ ഒരു വാഹനത്തിൽ ഉപയോഗിച്ചാൽ മതിയാകും. അതല്ലാതെ മഫ്ലർ പോലുള്ള ഉപകരണം ഘടിപ്പിച്ച് ശബ്ദം ഉണ്ടാക്കരുത്, അത് പബ്ലിക് ന്യൂസൻസിന് കാരണമാകും. അത്തരത്തിലുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ കൂടി അധികൃതർ നൽകുന്നുണ്ട്. അതല്ല ഈ മുന്നറിയിപ്പുകളൊക്കെ മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ ഇതൊന്നും നമ്മൾ അംഗീകരിക്കാൻ തയ്യാറല്ല, അനുസരിക്കാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ശബ്ദ ശല്യം ഉണ്ടാക്കുകയാണെങ്കിൽ 2000 ദിർഹം പിഴ ഈടാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. 2000 ദിർഹം എന്ന് പറയുമ്പോൾ ഇന്ത്യൻ റുപ്പീസ് ഏകദേശം 50,000 രൂപ നമ്മൾ പിഴയായി ഒടുക്കേണ്ടി വരും. മറ്റൊന്ന് 12 ബ്ലാക്ക് പോയിന്റ്. ഈ പിഴത്തുക മാത്രമല്ല, ലൈസൻസിൽ ബ്ലാക്ക് പോയിന്റ് വരും എന്ന് ഉള്ള ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ദുബൈയിലുള്ള ആളുകൾക്കൊക്കെ അറിയാം, ഈ ബ്ലാക്ക് പോയിന്റ് എന്നൊക്കെ പറയുന്നത് വലിയൊരു സംഭവം തന്നെയാണ്. നമ്മുടെ ലൈസൻസിൽ എത്ര ബ്ലാക്ക് പോയിന്റ് വരുന്നോ എന്നുള്ള കാര്യമൊക്കെ നമ്മളെല്ലാവരും പരിശോധിക്കുന്ന കാര്യം തന്നെയാണ്. അതുമാത്രമല്ല, വർഷം 24 ബ്ലാക്ക് പോയിന്റ് ആയാൽ ലൈസൻസ് റദ്ദാക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് കൂടി കടക്കാനുള്ള നീക്കത്തിലേക്ക് ദുബായ് പോലീസ് കടക്കുന്നുണ്ട്. അതുമാത്രമല്ല, അവിടെയും അവസാനിക്കുന്നില്ല, വാഹനം പിടിച്ചെടുക്കാനുള്ള നീക്കത്തിലേക്കും പോലീസ് കടക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിട്ടുകിട്ടാൻ ഈ പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ, പിഴ മാത്രമല്ല എന്ന് നമ്മൾ പറയുകയുണ്ടായി, വാഹനം കൂടി പിടിച്ചെടുക്കും പോലീസ്. അത് ഈ പിടികൂടുന്ന വാഹനം വിട്ടുകിട്ടാൻ ഏകദേശം 10,000 ദിർഹം ഒരാൾക്ക് നൽകേണ്ടി വരും. 10,000 ദിർഹം എന്ന് പറയുമ്പോൾ ഏകദേശം 2.5 ലക്ഷത്തോളം രൂപ ആ വാഹന ഉടമ വാഹനം തിരിച്ചു കിട്ടാനായി നൽകേണ്ടി വരും. ഏതായാലും ഈ മുന്നറിയിപ്പുകൾ നമ്മൾ പാലിക്കുക, നമ്മളത് മനസ്സിലാക്കുക. ഇത്തരത്തിൽ അമിത ശബ്ദങ്ങളൊന്നും വേണ്ടതില്ല. ഹോൺ മുഴക്കുമ്പോൾ തന്നെ സാവകാശം മുഴക്കുക, ശബ്ദം വളരെ കുറച്ച് മാത്രം മുഴക്കാനുള്ള ശ്രദ്ധ ഉണ്ടാവുക. അതുപോലെ തന്നെ വാഹനങ്ങൾക്കകത്ത് പാട്ടുകളും മറ്റും കേൾക്കുമ്പോൾ, വാർത്തകളും മറ്റും കേൾക്കുമ്പോൾ അമിത ശബ്ദത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് മാത്രം കേട്ടാൽ മതിയല്ലോ. വെറുതെ എന്തിനാണ് ഇത്തരത്തിൽ ശബ്ദം കൂട്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള പൈസയും അതുപോലെ തന്നെ ലൈസൻസിൽ ആവശ്യമില്ലാത്ത ബ്ലാക്ക് പോയിന്റ്സും ഒക്കെ വാങ്ങിവെക്കുന്നത്. ഓക്കെ, പ്രേക്ഷകരെല്ലാവരും ശ്രദ്ധിച്ചു എന്ന് കരുതുന്നു. മറ്റു വാർത്തകളിലേക്ക് എത്താം, ഇടവേളയ്ക്ക്. തിരികെ വാർത്തകളിലേക്ക്. കുവൈത്തിലെ വാഹനപ്രേമികൾക്കായി സീസൺ ഓപ്പൺ റൈഡ് സംഘടിപ്പിച്ചു. മലയാളി പ്രവാസികളുടെ നേതൃത്വത്തിലുള്ള ഓഫ് റോഡ് ക്ലബ്ബാണ് ലിയ മരുഭൂമിയിലേക്കുള്ള സാഹസിക യാത്രയ്ക്ക് നേതൃത്വം നൽകിയത്. കുവൈത്തിലെ സാൽമി പ്രദേശത്താണ് പരിപാടി നടന്നത്. മലയാളി പ്രവാസികളുടെ നേതൃത്വത്തിൽ കുവൈത്തിൽ സംഘടിപ്പിച്ച ഓഫ് റോഡ് റൈഡിൽ 22 വാഹനങ്ങളും 50-ലേറെ പേരും പങ്കെടുത്തു. മറ്റ് ഗൾഫ് രാജ്യങ്ങളിലുള്ള പോലെ തന്നെയുള്ള ഓഫ് റോഡിങ്, അതായത് മലയാളികൾ ഇഷ്ടപ്പെടുന്ന ഓഫ് റോഡിങ് കുവൈത്തിലും എങ്ങനെ സാധ്യമാക്കാം എന്നതിനെ കുറിച്ചിട്ടുള്ള ആലോചനയിൽ നിന്നാണ് ഈ ഗ്രൂപ്പ് രൂപപ്പെടുന്നത്. വളരെ 3-4 ആൾക്കാർ, ഷെറി, അതേപോലെ സമ്പത്ത്, റബ്ഷീദ്, നമ്മുടെ നിസ, ഇബ്രാഹിം, അങ്ങനെയുള്ള ആൾക്കാരെടുത്താണ് നമ്മൾ ഈ ഒരു സംഭവം രൂപീകരിച്ചു കൊണ്ടിരുന്നത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പുതുമുഖങ്ങളും പരിചയസമ്പന്നരായ ഡ്രൈവർമാരും ഇത്തവണത്തെ റൈഡിൽ ഒരുമിച്ചെത്തി. നമ്മൾ സാധാരണ ഇങ്ങനത്തെ ക്ലബ്ബിലൊന്നും ലേഡീസിനെ ആരും കൊണ്ടുവരില്ല, കാരണം ലേഡീസിനെ കൊണ്ടുവന്ന പല ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ ഷെറി നമ്മളെയൊക്കെ വെൽക്കം ചെയ്തു. അങ്ങനെ ഞാൻ വന്നു, പിന്നെ ബ്ലസ്സി വന്നു. അപ്പോൾ ലേഡീസ് ആർ ഓൾവേസ് വെൽക്കം. 3 ഘട്ടങ്ങളിലായിരുന്നു യാത്ര. സാൽമിയിൽ നിന്നും യാത്ര ആരംഭിച്ച സംഘം ഉച്ചയോടെ ആദ്യ സ്പോട്ടിലെത്തി. യാത്രക്ക് മുമ്പ് വേണ്ട നിർദ്ദേശങ്ങളും സുരക്ഷാ വിവരണങ്ങളും സംഘാടകർ പങ്കുവച്ചു. ടയറിലെ വായുമർദ്ദം കുറച്ച് വാഹനങ്ങൾ കോൺവേയായി മരുഭൂമിയിലേക്ക് പ്രവേശിച്ചു. മരുഭൂമിയിലെ ദുഷ്കരമായ മണൽ കയറ്റിറക്കങ്ങൾ താണ്ടി വണ്ടികൾ കയറിയിറങ്ങുന്ന സെഷനുകൾ പങ്കെടുത്തവർക്ക് സാഹസിക അനുഭവമായി. ഡ്യൂൺ ബാഷിംഗ് ആദ്യമായി അനുഭവിക്കുന്നവർക്ക് യാത്രയുടെ ആ ഘട്ടം കൂടുതൽ ആവേശകരമായി. വാഹനങ്ങൾ മണലിൽ കുടുങ്ങിയപ്പോൾ സഹായത്തിനായി റിക്കവറി ടീമും ഉണ്ടായിരുന്നു. കിലോമീറ്ററുകൾ പിന്നിട്ട് ലിയ പ്രദേശത്തെത്തിയപ്പോൾ ആവേശത്തോടെയാണ് മരുഭൂമിയിലേക്ക് പ്രവേശിച്ചത്. സൂര്യാസ്തമയത്തോടെ മരുഭൂമിയിൽ സംഘാടകർ ക്യാമ്പൊരുക്കി. പാട്ടും കളികളും പാചകവും നിറഞ്ഞ രാത്രി കഴിഞ്ഞ് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ അർദ്ധരാത്രിയോടെ സംഘം പിരിഞ്ഞു. സലീം കോട്ടയിൽ, മീഡിയ വൺ, കുവൈറ്റ് സിറ്റി. സൗദിയിൽ മീഡിയ വൺ സംഘടിപ്പിക്കുന്ന മീഡിയ വൺ മബ്രൂക്ക് ഗൾഫ് ടോപ്പേഴ്സിന്റെ ജിദ്ദ എഡിഷന്റെ രജിസ്ട്രേഷൻ ഈ മാസം 19 അവസാനിക്കും. 21 ജിദ്ദയിൽ മബ്രൂക്ക് എത്തുക. കഴിഞ്ഞ ദിവസങ്ങളിൽ ദമാം, റിയാദ് എന്നിവിടങ്ങളിൽ മബ്രൂക്ക് ഗൾഫ് ടോപ്പേഴ്സ് പൂർത്തിയാക്കിയിരുന്നു.
+2 പരീക്ഷകളിൽ 90% മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥികളെയാണ് രക്ഷിതാക്കളുടെയും പ്രമുഖരുടെയും സാന്നിധ്യത്തിൽ ആദരിക്കുക. 21-നായിരിക്കും ജിദ്ദയിൽ മബ്രൂഖ് എത്തുക. ബാഗ്ദാദിയ ലുലുവായിരിക്കും വേദി. ഇതിനായുള്ള രജിസ്ട്രേഷൻ ഈ മാസം 19-ന് അവസാനിക്കും. ഞാൻ 10th ബോർഡ് എക്സാമിൽ എനിക്ക് കിട്ടിയതിൻ്റെ ഇതാണ് എനിക്ക് വരുന്നത്. എനിക്ക് നല്ല സന്തോഷമുണ്ട്. പിന്നെ കിട്ടിയത് നല്ല സന്തോഷമുണ്ട്. നല്ല മോട്ടിവേറ്റ് ആയി. എൻ്റെ പാരൻസിനോടൊക്കെ ഞാൻ താങ്ക്സ് പറയുന്നു. എല്ലാവരോടും ഞാൻ താങ്ക്സ് പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ദമാമിലും റിയാദിലും മബ്രൂഖ് പൂർത്തിയാക്കിയിരുന്നു. താങ്ക് യു മീഡിയ വൺ ഫോർ ദിസ് വണ്ടർഫുൾ എഫേർട്ട്. ഇത് വളരെയധികം എൻകറേജിംഗ് ആണ്. എസ്പെഷ്യലി നമ്മുടെ ഗൾഫ് റീജിയനിലെ കുട്ടികൾക്ക് ഒരു എക്സ്പോഷറൊക്കെ കുറവുള്ള ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന കുട്ടികൾക്ക് ഇങ്ങനത്തെ ഒരു അവാർഡ് ഫംഗ്ഷൻ ഒരു നല്ലൊരു എക്സ്പോഷറാണ്. ഞങ്ങൾ പാരൻസിൻ്റെ വളരെയധികം ഞങ്ങൾ താങ്ക്ഫുൾ ആണ് മീഡിയ വണ്ണും അതിൻ്റെ ബാക്കിലുള്ള ഹോൾ ടീമിനും. സൗദി മന്ത്രാലയ ഉദ്യോഗസ്ഥരും അക്കാദമിക് രംഗത്തെ പ്രമുഖരുമാണ് വിദ്യാർത്ഥികളെ ആദരിക്കുന്നത്. മീഡിയ വൺ, ജിദ്ദ. റിയാദ് സീസണിൽ സന്ദർശകരായി എത്തിയവരുടെ എണ്ണം 30 ലക്ഷം കടന്നതായി കണക്കുകൾ. 35 ദിവസത്തെ കണക്കുകളാണ് പുറത്തുവന്നത്. സൗദി ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റിയുടെ കീഴിലാണ് സീസൺ അരങ്ങേറുന്നത്. റിയാദ് സീസൺ ആരംഭിച്ചതിനു ശേഷം 30 ലക്ഷത്തിലധികം സന്ദർശകർ ഇവന്റിൽ പങ്കെടുത്തുവെന്നാണ് കണക്ക്. ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്തത് കഴിഞ്ഞ ആഴ്ചകളിലാണെന്നും കണക്കുകൾ പറയുന്നു. മിസ്റ്റർ ബീസ്റ്റ് സോൺ, അൻ അറേബ്യൻ എക്സിബിഷൻ, സുവൈദി പാർക്ക്, ബുലേവാർഡ് സിറ്റി, ബുലേവാർഡ് വേൾഡ്, കിങ് ലീഗ് ടൂർണമെന്റ് എന്നിവയിലാണ് സന്ദർശകരിൽ കൂടുതലും എത്തിയത്. വിവിധ രാജ്യങ്ങളുടെ സാംസ്കാരിക പരിപാടികൾ സുവൈദി പാർക്കിൽ തുടരുകയാണ്. നിലവിൽ ഈജിപ്ത് ഫെസ്റ്റ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫുട്ബോൾ, ബോക്സിംഗ്, വേൾഡ് ചാമ്പ്യൻഷിപ്പുകൾ, എക്സിബിഷൻ തുടങ്ങിയവയും സീസണിന്റെ ഭാഗമായി പുരോഗമിക്കുന്നുണ്ട്. സിറിയയാണ് ഇത്തവണ അതിഥി രാജ്യം. ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ. മിഷാൽ ചെറുപ്പുളശ്ശേരി, മീഡിയ വൺ, റിയാദ്. ഒമാനിലെ ഇന്ത്യൻ സ്കൂൾ ടാലന്റ് ഫെസ്റ്റിൽ ഇന്ത്യൻ സ്കൂൾ സലാല കിരീടം ചൂടി. ആതിഥേയരായ ഇന്ത്യൻ സ്കൂൾ അൽ മബേലയാണ് 2ാം സ്ഥാനത്ത്. 2 ദിവസങ്ങളിലായി അരങ്ങേറിയ കലാമാമാങ്കത്തിൽ രാജ്യത്തെ 22 ഇന്ത്യൻ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ഇന്ത്യൻ സ്കൂൾ മൊബൈലിലെ മൾട്ടിപർപ്പസ് ഹാളിൽ 2 ദിവസങ്ങളിലായാണ് പരിപാടികൾ നടന്നത്. ഒമാനിലെ 22 ഇന്ത്യൻ സ്കൂളുകളിൽ നിന്നുള്ള 2600-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകൾക്ക് ശേഷം അരങ്ങിലെത്തിയ സ്കൂൾ ടീമുകളുടെ വീറും വാശിയും വേദിയിൽ കാണാമായിരുന്നു. നൃത്തം, സംഗീതം, സാഹിത്യം, ചിത്രരചന, മൂകാഭിനയം, തെരുവ് നാടകം എന്നിങ്ങനെ 33 ഇനങ്ങളിലായാണ് മത്സരങ്ങൾ നടന്നത്. മത്സര ഇനങ്ങൾക്ക് പുറമെ സെന്റർ ഫോർ കെയർ ആൻഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കലാപരിപാടികളും അരങ്ങേറിയിരുന്നു. സമാപന ചടങ്ങിൽ ഒമാൻ തൊഴിൽ സുരക്ഷ ആരോഗ്യ മന്ത്രാലയം അസിസ്റ്റന്റ് ഡയറക്ടർ എഞ്ചിനീയർ സക്കരിയ ഖാമിസ് അൽ സാദി മുഖ്യാതിഥിയായി. ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി ഓവറോൾ ചാമ്പ്യന്മാരായത് ഇന്ത്യൻ സ്കൂൾ സലാലയാണ്. രണ്ടാമതെത്തിയത് ഇന്ത്യൻ സ്കൂൾ അൽ മബേല. പങ്കെടുത്ത എല്ലാ സ്കൂളുകൾക്കും ഉപഹാരങ്ങൾ കൈമാറി. മീഡിയ വൺ, മസ്കത്ത്. സൗദിയിലെ ജിദ്ദയിൽ ഫോക്കസ് ഇന്റർനാഷണൽ സംഘടിപ്പിക്കുന്ന ലിറ്ററേച്ചർ എക്സ്പോയ്ക്ക് തുടക്കമായി. വായന പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 2 മാസം നീണ്ടു നിൽക്കുന്ന ലിറ്റ് എക്സ്പോ സംഘടിപ്പിക്കുന്നത്. ജിദ്ദ മീഡിയ ഫോറം പ്രസിഡന്റ് ജലീൽ കണ്ണമംഗലം ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ബുക്ക് ഫരാജ് തുടങ്ങി വ്യത്യസ്ത പരിപാടികൾ എക്സ്പോയുടെ ഭാഗമാകും. സലാഹ് കാരാടന്റെ അധ്യക്ഷതയിൽ ചേർന്ന പരിപാടിക്ക് ഷഫീഖ് പട്ടാമ്പി, റഷാദ് കരുമാര തുടങ്ങിയവർ നേതൃത്വം നൽകി. ദേശീയ ദിനത്തോടനുബന്ധിച്ച് UAEയിൽ 2 ദിവസത്തെ പൊതു അവധി പ്രഖ്യാപിച്ചു. ഡിസംബർ 1, 2 ദിവസങ്ങളിലാണ് രാജ്യത്തെ മുഴുവൻ മേഖലയ്ക്കും അവധി പ്രഖ്യാപിച്ചത്. തൊട്ടു മുൻപ് കടന്നുവരുന്ന വാരാന്ത്യ അവധി ദിനങ്ങൾ ഉൾപ്പെടെ വിവിധ സ്ഥാപനങ്ങൾക്ക് തുടർച്ചയായി 4 ദിവസം മുടക്ക് ലഭിക്കും. ഷാർജ ഇസ്ലാമിക് ആർട്സ് ഫെസ്റ്റിവൽ മറ്റന്നാൾ തുടങ്ങും. ഷാർജയിലെ 5 വേദികളിലായി ജനുവരി 31 വരെ കലാമേള തുടരും. 24 രാജ്യങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ പങ്കെടുക്കും. ഷാർജ സാംസ്കാരിക വകുപ്പാണ് 26ാമത് ഇസ്ലാമിക് ആർട്സ് ഫെസ്റ്റിവൽ പ്രഖ്യാപിച്ചത്. 24 രാജ്യങ്ങളിൽ നിന്ന് 170 കലാകാരന്മാരുടെ 473 കലാസൃഷ്ടികളാണ് മേളയിലുണ്ടാവുക. അറബ് രാജ്യങ്ങൾക്ക് പുറത്തുള്ള കാലിഗ്രഫർമാരും ഇത്തവണ മേളയിലുണ്ടാകും. My name is Lorelei Ray. I'm a Canadian artist. I live in Turkey. I will be exhibiting a collection of paintings, illustrations, ceramics and sculptures. They're all based around
looking at this city as a source of wisdom and light. ഷാർജ ആർട്ട് മ്യൂസിയം, കാലിഗ്രഫി മ്യൂസിയം, ഖൊർഫക്കാൻ ആംഫി തിയേറ്റർ, 1971 ഡിസൈൻ സെന്റർ, ഹൗസ് ഓഫ് വിസ്ഡം എന്നിവിടങ്ങളിലാണ് 70 ദിവസം നീളുന്ന ഇസ്ലാമിക ആർട്ട് ഫെസ്റ്റിവലിന് വേദിയൊരുക്കുക. മീഡിയ 1 ഷാർജ. വടക്കൻ കുവൈത്തിലെ സുബിയ മേഖലയിൽ നിന്ന് 7700 വർഷം പഴക്കമുള്ള നിരവധി പുരാവസ്തു കണ്ടെത്തലുകൾ നടത്തിയതായി NCCAL അറിയിച്ചു. ബഹ്റാവൺ സൈറ്റിൽ നിന്ന് 20-ലധികം പുരാതന ചൂളകളും ചിറകുള്ള മൂങ്ങയുടെ ശില്പത്തിന്റെ ഭാഗവും 7500 വർഷം പഴക്കം പറയുന്ന ബാർലിയുടെ അവശിഷ്ടങ്ങളും കളിമൺ പാത്രങ്ങളും ചെറിയ മനുഷ്യ ശില്പരൂപങ്ങളും കണ്ടെത്തി. ഉബൈദ് സംസ്കാരവുമായി ബന്ധപ്പെട്ട അറേബ്യയിലെ ഏറ്റവും പഴക്കമേറിയ വാസസ്ഥലങ്ങളിലൊന്നായി ബഹ്റാവൺ കണക്കാക്കപ്പെടുന്നതായി അധികൃതർ വ്യക്തമാക്കി. ഫലസ്തീൻ രാഷ്ട്രത്തിന് വഴിയൊരുങ്ങാതെ ഇസ്രായേലുമായി ബന്ധമുണ്ടാകില്ല എന്ന് സൗദി അറേബ്യ. നയതന്ത്ര ചാനൽ വഴി നിലപാട് വൈറ്റ് ഹൌസിനെ സൗദി അറേബ്യ അറിയിച്ചു. നാളെ നടക്കാനിരിക്കുന്ന സൗദി കിരീടാവകാശിയുടെ സന്ദർശനത്തിന് മുന്നോടിയായാണ് നിലപാട് വ്യക്തമാക്കിയത്. ഫലസ്തീൻ രാഷ്ട്രത്തിനുള്ള ഒരു സാധ്യതയും അംഗീകരിക്കാനാകില്ല എന്നാണ് ഇസ്രായേലിന്റെ നിലപാട്. ഇതോടെ US ശ്രമങ്ങൾ വീണ്ടും പാളിയേക്കും. സൗദി കിരീടാവകാശിയുടെ US സന്ദർശനം നാളെയാണ്. ഇസ്രായേൽ സൗദി ബന്ധം നടപ്പാക്കി അബ്രഹാം അക്കോർഡിലേക്ക് കൂടുതൽ രാജ്യങ്ങളെ എത്തിക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കിണഞ്ഞു ശ്രമിക്കുന്നുണ്ട്. എന്നാൽ വിഷയത്തിൽ കൂടുതൽ പ്രതികരണം നടക്കാതിരിക്കാൻ നിലപാട് നയതന്ത്ര ഉദ്യോഗസ്ഥർ വഴി സൗദി USനെ അറിയിച്ചിട്ടുണ്ട്. US മാധ്യമങ്ങളും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേലുമായി നയതന്ത്ര ബന്ധമാകാം, പക്ഷേ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തിലേക്കുള്ള വഴിയൊരുങ്ങണം എന്നതാണ് സൗദി നിലപാട്. ഒക്ടോബർ 7 ശേഷം മറ്റുള്ളവർ ഒപ്പിട്ട പോലെ അബ്രഹാം അക്കോർഡിൽ ഒപ്പിടാൻ സൗദിക്ക് സാധിക്കില്ലെന്നാണ് US അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ആവർത്തിക്കുന്നത്. ഇസ്ലാമിന്റെ ജന്മസ്ഥലവും മക്കയും മദീനയും സംരക്ഷിക്കുന്ന രാജ്യവുമാണ് സൗദി അറേബ്യ. അവർ ഇസ്രായേലിനെ അംഗീകരിക്കുമ്പോൾ പ്രദേശത്തെ ഏറ്റവും സങ്കീർണമായ വിഷയം പരിഹരിക്കാനുള്ള വഴി കൂടി കാണേണ്ടി വരും. അല്ലാത്തിടത്തോളം അത് ദേശീയ സുരക്ഷാ വിഷയമായി തുടരുമെന്നും US ഗൾഫ് മേഖലയിലെ നയതന്ത്രജ്ഞർ മാധ്യമങ്ങളോട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇക്കാര്യവും സൗദി USനെ അറിയിച്ചെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. US ഇസ്രായേൽ ശ്രമങ്ങൾ സൗദി ബന്ധത്തിന് തുടരുന്നതാണോ കാരണമെന്നതും വ്യക്തമല്ല. സൗദി നിലപാടിന് മറുപടി നൽകണമെന്ന് ഇസ്രായേലിലെ തീവ്രപക്ഷ മന്ത്രിമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതോടെ ട്രംപ് വിഷയത്തിൽ നടത്തുന്ന പുതിയ ചർച്ചകളിൽ ഫലസ്തീൻ കൂടി ഉപാധിയായി വരുമെന്നും റിപ്പോർട്ടുകളുണ്ട്. അഫ്താബ് റഹ്മാൻ, മീഡിയ 1 റിയാദ്. സൗദിയിലെ ജിദ്ദയിൽ കലാസാഹിതി വാർഷികാഘോഷം സംഘടിപ്പിച്ചു. വൈവിധ്യമാർന്ന കലാവിഷ്കാരങ്ങൾ ആഘോഷത്തിന്റെ ഭാഗമായി. കുടുംബങ്ങൾ ഉൾപ്പെടെ 100 കണക്കിന് പേർ പങ്കെടുത്തു. ജിദ്ദ കേരള കലാസാഹിതിയുടെ 29ാം വാർഷികത്തിന്റെ ഭാഗമായിരുന്നു ആഘോഷ പരിപാടികൾ. കോൺസുൽ മുഹമ്മദ് ഹാഷിം ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നാട്ടിൽ നിന്നെത്തിയ ഗായകരായ രേഷ്മ രാഘവേന്ദ്ര, ലിബിൻ സക്രിയയും ചേർന്നൊരുക്കിയ ഗാനസന്ധ്യ പ്രേക്ഷകർ ആഘോഷമാക്കി. നൃത്തം, ഭരതനാട്യം തുടങ്ങി കേരളത്തിന്റെ തനത് കലാവിഷ്കാരങ്ങൾ ആഘോഷ പരിപാടികൾക്ക് നിറം പകർന്നു. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയ സ്കിറ്റും അരങ്ങിലെത്തി. കലാസാഹിതി രക്ഷാധികാരി മുസാഫിർ, ഷാനവാസ് കൊല്ലം, മാത്യു വർഗീസ്, ഡാർവിൻ ആന്റണി എന്നിവർ നേതൃത്വം നൽകി. സാബിത് സലീം, മീഡിയ 1 ജിദ്ദ. ഏറ്റവും വലിയ പ്രമേഹ പരിശോധന ഡ്രൈവ് സംഘടിപ്പിച്ച ഗിന്നസ് റെക്കോർഡ് നേട്ടവുമായി ഒമാൻ ആരോഗ്യ മന്ത്രാലയവും ബദർ അൽസമ ഹോസ്പിറ്റൽ ഗ്രൂപ്പും. ദുബായ് ആസ്ഥാനമായ ആശുപത്രിയുടെ റെക്കോർഡാണ് മറികടന്നത്. 24 മണിക്കൂറിനിടെ 30,799 പരിശോധനകൾ പൂർത്തിയാക്കി. ലോക പ്രമേഹ ദിനത്തോടനുബന്ധിച്ചാണ് പരിശോധനാ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്.
ലോക പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് ഒമാൻ ആരോഗ്യ മന്ത്രാലയവും ബദർ അൽസമ ഹോസ്പിറ്റൽ ഗ്രൂപ്പും ചേർന്ന് നടത്തിയ ദേശീയതല സൗജന്യ പ്രമേഹ പരിശോധന ക്യാമ്പയിനാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയത്. 24 മണിക്കൂറിനുള്ളിൽ 12,714 പരിശോധന നടത്തിയ ദുബൈ ആസ്ഥാനമായ ആശുപത്രിയുടെ മുൻ റെക്കോർഡാണ് 5 മണിക്കൂർ 18 മിനിറ്റ് കൊണ്ട് മറികടന്നത്. ക്യാമ്പയിനിൽ 24 മണിക്കൂറിനിടെ 30,799 പരിശോധനകൾ പൂർത്തിയാക്കി. ബദർ അൽസമയുടെ 14 ശാഖകൾ ഉൾപ്പെടെ മാളുകൾ, സൂപ്പർ മാർക്കറ്റുകൾ, പാർക്കുകൾ, കമ്മ്യൂണിറ്റി സെന്ററുകൾ തുടങ്ങി ഒമാനിലെ 120 ലൊക്കേഷനുകളിലായി 600 അംഗ മെഡിക്കൽ സംഘമാണ് പരിശോധനകൾ നടത്തിയത്. 24 മണിക്കൂർ കൊണ്ട് 20,000 ടെസ്റ്റ്, 20,000 സ്ക്രീനിങ്ങും ചെയ്യുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. പക്ഷേ ജനങ്ങളുടെ വലിയ സഹകരണവും ജനങ്ങൾ ഇതിനോട് കാണിച്ച വലിയ വിശ്വാസ്യതയും കാരണം അത് 30,000 കടന്നു. ഞങ്ങളെ പ്രതീക്ഷത്തിനേക്കാളും അതൊരു വേൾഡ് റെക്കോർഡിലോട്ട് പോയി. അതുകൊണ്ടാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡിൻ്റെ ആൾക്കാർ ഇവിടെ അത് അസസ് ചെയ്തു. അവരിവിടെ വന്നിരുന്നു. പരിശോധനയിൽ പങ്കെടുത്തവരിൽ 1,397 പേർ ഹൈ റിസ്ക് കാറ്റഗറിയിലും 8,165 പേർ മോഡറേറ്റ് റിസ്ക് കാറ്റഗറിയിലും 21,237 പേർ പെർലോ റിസ്ക് വിഭാഗങ്ങളിലും ഉൾപ്പെടുന്നവരാണ്. ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേട്ടം ഒമാനിലെ ആരോഗ്യരംഗത്തിനും രാജ്യത്തിനും അഭിമാനകരമായ നേട്ടമാണെന്ന് സംഘാടകർ വ്യക്തമാക്കി. മീഡിയ വൺ, മസ്കത്ത്. സൗദിയിൽ മീഡിയ വൺ സംഘടിപ്പിക്കുന്ന സൂപ്പർ സ്മാഷ് ബാഡ്മിന്റൺ ടൂർണമെന്റിനുള്ള രജിസ്ട്രേഷൻ തുടരുന്നു. തലസ്ഥാനത്തെ വിവിധ ക്ലബ്ബുകളുടെ സഹകരണത്തോടെ 40-ലേറെ കാറ്റഗറികളിലായാണ് മത്സരങ്ങൾ. യോനെക്സ് KSA പ്രായോജകരായ മത്സരത്തിന് റിയാദിലെ റായിദ് പ്രോ കോർട്ടാണ് വേദി. ഡിസംബർ 11, 12 തീയതികളിലായാണ് മത്സരങ്ങൾ. രജിസ്ട്രേഷന് മീഡിയ വൺ CEO മുഷ്താഖ് അഹമ്മദ് തുടക്കം കുറിച്ചു. സൗദിയിൽ ആദ്യമായി മീഡിയ വൺ ഒരുക്കുന്ന ബാഡ്മിന്റൺ പോരാട്ടത്തിനുള്ള രജിസ്ട്രേഷൻ തുടരുകയാണ്. യോനെക്സ് KSA മുഖ്യ പ്രായോജകരായ സൂപ്പർ സ്മാഷിനായി ഇതിനകം 100ഓളം എൻട്രികൾ എത്തിയിട്ടുണ്ട്. smash.mediaoneonline.com എന്ന വെബ്സൈറ്റ് വഴിയാണ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടത്. മീഡിയ വൺ TV CEO മുഷ്താഖ് അഹമ്മദ് രജിസ്ട്രേഷന് തുടക്കം കുറിച്ചു. മീഡിയ വൺ സൗദിയിൽ സംഘടിപ്പിച്ച സൂപ്പർ കപ്പ് ഫുട്ബോൾ മത്സരത്തിന് ശേഷം അതിന്റെ വിജയകരമായ പരിസമാപ്തിയെ തുടർന്ന് സൂപ്പർ സ്മാഷ് എന്ന പേരിൽ സൗദിയിൽ മീഡിയ വൺ ബാഡ്മിന്റൺ ടൂർണമെന്റ് കൂടി സംഘടിപ്പിക്കുകയാണ്. റിയാദിൽ ആരംഭിക്കുന്ന ടൂർണമെന്റ് സൗദിയിലെ മറ്റ് നഗരങ്ങളിലും അതോടൊപ്പം തന്നെ GCCയിലെ മറ്റു രാജ്യങ്ങളിലും കൂടി സംഘടിപ്പിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ലോകോത്തര താരങ്ങളും പ്രാദേശിക മികവുകാരും ഒരുമിച്ച് അണിനിരക്കുന്ന സൂപ്പർ സ്മാഷിനാണ് റിയാദ് ഡിസംബറിൽ സാക്ഷ്യം വഹിക്കുക. 2 പതിറ്റാണ്ടായി സൗദിയിലെ ബാഡ്മിന്റൺ ക്ലബ്ബുകളെ പ്രതിനിധീകരിച്ച് അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യക്കാരും മലയാളികളുമുണ്ട്. ഇവരുൾപ്പെടെ സൗദി അറേബ്യയിലെ പ്രവാസി ബാഡ്മിന്റൺ പ്രതിഭകളുടെ മാറ്റുരയ്ക്കലാകും മത്സരം. റിയാദിലെ റായിദ് പ്രോ കോർട്ടാണ് മത്സരത്തിന്റെ വേദി. ഒരാൾക്ക് 3 കാറ്റഗറികളിൽ വരെ മത്സരിക്കാം. ക്യാഷ് അവാർഡുകളും ട്രോഫികളും വിജയികൾക്കുണ്ടാകും. പുരുഷ വനിതാ ഡബിൾസ്, മിക്സ്ഡ് ഡബിൾസ്, ഫാമിലി ഡബിൾസ്, ജൂനിയർ വിഭാഗം മത്സരങ്ങൾ എന്നിവ ഇതിന്റെ ഭാഗമായുണ്ടാകും. ഡിസംബർ 11-നാണ് മത്സരങ്ങളുടെ തുടക്കം. മീഡിയ വൺ, റിയാദ്. ഖത്തർ തൊഴിൽ മന്ത്രാലയത്തിന്റെ കമ്മ്യൂണിറ്റി അഡ്വൈസർമാരായി ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബെനവലന്റ് ഫോറം പ്രസിഡന്റ് ഷാനവാസ് ബാവയെയും മത്സ്യത്തൊഴിലാളി ക്ഷേമ വിഭാഗം മേധാവി ശങ്കർ ഗൌഡിനെയും തെരഞ്ഞെടുത്തു. പ്രവാസി സമൂഹത്തിനിടയിലെ സേവന പ്രവർത്തനം, നേതൃത്വം തുടങ്ങിയവ മുൻനിർത്തിയാണ് മന്ത്രാലയത്തിന്റെ തീരുമാനം. തൃശൂർ കയ്പമംഗലം സ്വദേശിയാണ് ഷാനവാസ് ബാവ. കേരള ബിസിനസ് ഫോറം മുൻ പ്രസിഡന്റായിരുന്നു. സൗദിയിലെ സാമൂഹിക പ്രവർത്തകൻ മൻസൂർ പള്ളൂർ എഴുതിയ നോവൽ അറബിയുടെ അമ്മ ഷാർജ അന്താരാഷ്ട്ര മേളയിൽ പുറത്തിറക്കി. സൗദി അറേബ്യയിലെ പൗരപ്രമുഖൻ മുഹമ്മദ് ബിൻ ഹമീം അൽ യാമി പ്രകാശനം നിർവഹിച്ചു. ഡോക്ടർ അസ്ലം സലീം ആദ്യ കോപ്പി ഏറ്റുവാങ്ങി. സിദ്ദീഖ് ഹസൻ, പുന്നക്കൻ മുഹമ്മദ് അലി, പ്രതാപൻ തായാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നിവിടെ ഞാൻ എഴുതിയ ആദ്യത്തെ നോവൽ അറബിയുടെ അമ്മ ഒരു ഫെസ്റ്റീവ് മൂഡോടുകൂടിയാണ് ഇന്നിവിടെ റിലീസ് ചെയ്യപ്പെട്ടത് എന്നത് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. അതിനുമപ്പുറത്ത് ഒമാനിൽ നിന്നും അതുപോലെ തന്നെ ബഹ്റൈനിൽ നിന്നുമൊക്കെയുള്ള സൗദി അറേബ്യയിൽ നിന്നുമൊക്കെയുള്ള എൻ്റെ സുഹൃത്തുക്കൾ ഇതിൽ പ്രത്യേകം താല്പര്യമെടുത്തുകൊണ്ട് ഇതിനായി ഇവിടെ വന്നു എന്നുള്ളത് അതിനുമപ്പുറത്തെ സ്നേഹമാണ് ഇന്നത്തെ ഈ പരിപാടിയിൽ നമുക്ക് കാണാൻ സാധിച്ചത് എന്നാണ്.
തണുത്തു തുടങ്ങിയ മസ്കത്തിലെ രാത്രികളിൽ ഏറ്റവും ജനത്തിരക്കുള്ളത് മത്രാസൂക്കിലാണ്. ക്രൂസ് സീസൺ ആരംഭിച്ചതോടെ കാബൂസ് പോർട്ടിൽ കപ്പലിറങ്ങുന്ന വിദേശികൾ നേരെ സൂക്കിലെത്തും. 200 വർഷം പഴക്കമുള്ള ഒമാനിലെ ഏറ്റവും പഴക്കമുള്ള വിപണന കേന്ദ്രങ്ങളിലൊന്നായ മത്രാസൂക്കിന്റെ രാത്രി കാഴ്ചകളിലേക്ക്. ഒമാനിൽ ഇപ്പോൾ ക്രൂസ് കപ്പലുകൾ നങ്കൂരമിടുന്ന സീസണാണ്. തണുത്ത രാത്രികൾ. മനോഹരമായ ഒമാന്റെ ഈ കാലാവസ്ഥ ആസ്വദിക്കാനായി ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും സഞ്ചാരികൾ ഒഴുകിയെത്തുന്ന സമയം. മസ്കത്തിലെ കാബൂസ് പോർട്ടിൽ നങ്കൂരമിടുന്ന കപ്പലുകളെ കാത്ത് ആ പുരാതന സൂക്ക് ഒരുങ്ങി നിൽക്കുന്നുണ്ട്. കുന്തിരിക്കം മണക്കുന്ന മത്രാസൂക്ക്. മസ്കത്തിലെ രാത്രികളെ കൂടുതൽ മനോഹരമാക്കുന്നത് കുന്തിരിക്കം മണക്കുന്ന മത്രാസൂക്കാണ്. രാത്രിയിലാണ് മത്രാസൂക്കിന് ചന്തം കൂടുക. പകലിനേക്കാൾ കൂടുതൽ ആളും ആരവവും നിറയുന്നത് രാത്രിയിൽ തന്നെയാണ്. പഴയ തടിമച്ചിൽ തൂക്കിയിട്ടിരിക്കുന്ന മഞ്ഞ ലൈറ്റുകൾ, വിവിധ വർണ്ണങ്ങളിൽ നിരത്തിവെച്ച കുന്തിരിക്കത്തിലും ആന്റിക് വസ്തുക്കളിലും തട്ടി ചിതറിത്തെറിക്കുന്ന വെളിച്ചം, കടയിൽ നിന്ന് ഇറങ്ങി വന്ന് ആളുകളെ കടയിലേക്ക് ക്ഷണിക്കുന്ന കച്ചവടക്കാർ. തണുത്ത നവംബറിൽ ക്രൂസ് സീസൺ കൂടി ആരംഭിച്ചതോടെ വിവിധ രാജ്യങ്ങളുള്ള വിനോദസഞ്ചാരികളുടെ ഒഴുക്കാണ് മത്രാസൂക്കിലേക്ക്. 200-ൽ കൂടുതൽ വർഷങ്ങളുടെ പഴക്കമുണ്ട് മത്രാസൂക്കിന്. കപ്പലോട്ട കാലഘട്ടത്തിൽ ഇന്ത്യയിലേക്കും ചൈനയിലേക്കുമുള്ള വഴിയിൽ തന്ത്രപരമായി സ്ഥിതി ചെയ്യുന്ന സൂക്ക് ഒമാന്റെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു. ഇരുണ്ട ചന്ത. സൂക്കിനെ ഇങ്ങനെ വിളിക്കാൻ കാരണവുമുണ്ട്. പകൽ സമയത്തും സൂര്യപ്രകാശത്തിന് എത്തിപ്പെടാൻ കഴിയാത്ത ഇടമാണ് സൂക്ക്. അതുകൊണ്ട് തന്നെ സൂക്കിനെപ്പോഴും കൃത്രിമ വെളിച്ചം ആവശ്യമാണെന്നർത്ഥം. ദേശീയ ദിനം അടുത്തതോടെ സൂക്കിന്റെ ചന്തം കൂടിയിട്ടുണ്ട്. കൊടിതോരണങ്ങളും സുൽത്താന്റെ ചിത്രം പതിച്ച ടീഷർട്ടുകളും ഷോളുകളും ഒക്കെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. നവംബർ കാലഘട്ടത്തിലാണ് കൂടുതൽ ക്രൂസ് കപ്പലുകളും അതുപോലെ തന്നെ ടൂറിസ്റ്റുകളും കൂടുതൽ വരുന്ന സമയം. ആ സമയത്ത് തന്നെയാണ് നാഷണൽ ഡേ ആയതുകൊണ്ട് ഞങ്ങളുടെ അലങ്കാരങ്ങളും മറ്റും കണ്ടിട്ട് ടൂറിസ്റ്റുകൾ കൗതുകപൂർവ്വം നോക്കുന്ന സിറ്റുവേഷൻ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ റഷ് കാര്യങ്ങൾ കാണുമ്പോൾ അവരെന്താണ് സംഭവം എന്നുള്ള രീതിയിൽ ഞങ്ങളോട് ചോദിക്കുന്ന ഒരു സമീപനം ഉണ്ടായിട്ടുണ്ട്. ഈ സമയത്ത് ഒരു 3 മാസത്തോളം കാലഘട്ടത്തിൽ ഈ ടൂറിസ്റ്റുകൾ സജീവമായിട്ടുണ്ടാകും ഈ മത്രാസൂക്കിൽ. നമുക്കിപ്പോൾ കൂടുതലും പോകുന്നത് ഷാളുകൾ, അതുപോലെ തന്നെ ടീഷർട്ട്, ഫ്ലാഗുകൾ, അലങ്കാര വസ്തുക്കൾ, ഈ നാഷണൽ ഡേ ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും ഇപ്പോൾ കൂടുതലായിട്ട് പോകുന്നുണ്ട്. വിപുലമായ ഒരു ആഘോഷമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നവംബർ 20-നാണ് ഒമാന്റെ ദേശീയ ദിനം. ദേശീയ ദിനാഘോഷത്തിനുള്ളതെല്ലാം വാങ്ങാൻ സ്വദേശികളും വിദേശികളും കൂട്ടമായി എത്തുന്നതും മത്രാസൂക്കിലേക്ക് തന്നെയാണ്. സൂര്യൻ മറഞ്ഞാൽ, ജോലി തിരക്കൊഴിഞ്ഞാൽ അവർ സൂക്കിലെത്തി ദേശീയ ദിനം വർണ്ണാഭമാക്കാനുള്ള ഉൽപ്പന്നങ്ങളുടെ തിരച്ചിൽ ആരംഭിക്കും. പകൽ രാത്രിക്ക് വഴിമാറിക്കൊടുത്താൽ പിന്നെ സൂക്കിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ജനമൊഴുകിക്കൊണ്ടേയിരിക്കും. രാത്രി 11 വരെ ഈ തിരക്കുണ്ടാകും. സീസണിലെ ഈ രാത്രികളിലാണ് കച്ചവടക്കാരുടെയും പ്രതീക്ഷ. മീഡിയ 1, മസ്കത്ത്. സ്ട്രൈവ് UK സംഘടിപ്പിച്ച ത്രിദിന കുടുംബ ക്യാമ്പ് സമാപിച്ചു. നോർത്ത് വെയിൽസിൽ നടന്ന റീബാറ്റ് 2025 ക്യാമ്പിൽ UKയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 400ഓളം പേർ പങ്കെടുത്തു. സ്ട്രൈവ് UK പ്രസിഡന്റ് മുഹമ്മദ് സഗീർ, വൈസ് പ്രസിഡന്റ് ഡോക്ടർ സലീന എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ വിഷയങ്ങളിലുള്ള പാനൽ ഡിസ്കഷനും കുട്ടികൾക്കായി പ്രത്യേക സെഷനുകളും ഒരുക്കിയിരുന്നു. ജസീം PP, ഫർസാന, നിത പർവീൻ, ഡോക്ടർ ഫയാസ്, ലമ്യ സനൂജ്, സൈനബ് എന്നിവർ സംസാരിച്ചു. ദ ഫ്യൂച്ചർ ഓഫ് മുസ്ലിം പൊളിറ്റിക്സ് ഇൻ ബ്രിട്ടൻ എന്ന വിഷയത്തിൽ നടത്തിയ ചർച്ചയ്ക്ക് ലീഡ്സ് സർവകലാശാലയിലെ പ്രൊഫസർ ഷഹീൻ K. മൊയ്തുണ്ടി നേതൃത്വം നൽകി. ഖത്തർ മെഡിക്കെയർ 2025 മികച്ച സൈക്യാട്രിസ്റ്റ് പുരസ്കാരം നേടി ഡോക്ടർ ജെറി ആന്റണി. കിംസ് ഹെൽത്ത് ഖത്തറിലെ സൈക്യാട്രിസ്റ്റാണ്. തുടർച്ചയായ 2ാം തവണയാണ് ഡോക്ടർ ജെറിയെ തേടി അംഗീകാരം എത്തുന്നത്. വിഷാദം, ബൈപോളാർ ഡിസോർഡർ, OCD തുടങ്ങി വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് ആധുനികവും ഫലപ്രദവുമായ ചികിത്സ ഉറപ്പാക്കുന്നതിൽ നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. തുടർച്ചയായ 2ാം വർഷവും ലഭിച്ച അംഗീകാരം വലിയ പ്രചോദനമെന്ന് ഡോക്ടർ ജെറി പ്രതികരിച്ചു.